നമസ്കാരം, നാട്ടിൻപുറത്തേക്ക് സ്വാഗതം. കോവിഡ് പലരുടെയും ജീവിതം മാറ്റിമറിച്ചെങ്കിലും പ്രതിസന്ധിയിൽ തളരാതെ ജീവിതം പിടിച്ചു നിർത്തിയവരുണ്ട്. അതിലൊരാളാണ് കോട്ടയം കുമരകം സ്വദേശി ഷിജോ. അതിജീവനത്തിന്റെ പാഠമാണ് ഇദ്ദേഹം നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. ലോക്ക്ഡൌൺ മൂലം ഉപജീവന മാർഗം നിലച്ചപ്പോഴാണ് കുമരകം സ്വദേശി ഷിജോ പുതിയ വഴിയെ നടന്നത്. മരപ്പണിയായിരുന്നു ഷിജോയ്ക്ക്. പണി നിലച്ചതോടെ വെറുതെ ഒരു ചിന്ത: തെറ്റാലി എന്നറിയപ്പെടുന്ന സ്പിയർ ഗൺ ഉണ്ടാക്കാൻ. എന്നെ സംബന്ധിച്ചോളം കഴിഞ്ഞപ്പോൾ നമ്മുടെ പണിയിലെ പരിപാടികൾ നമുക്ക് ബ്ലോക്ക് ആയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ പരിപാടിയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അത് അങ്ങനെ തിരിഞ്ഞതുകൊണ്ട് നമുക്ക് നമ്മുടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ജീവിച്ചു. നമുക്ക് അധിക വരുമാനമല്ല, നമുക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒടുവിൽ ആശയം വിജയിച്ചു. ഷിജോയുടെ തെറ്റാലി വാങ്ങാൻ ആളുകൂടി. ഇത് നമ്മുടെ ലോക്കൽ റബ്ബർ ബാൻഡാണ്. ഇതിന് നല്ല പവറാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഒരു 10-12 മീറ്റർ അകലെ നിൽക്കുന്ന മീനെയൊക്കെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്തെടുക്കാണ്ട് സാധിക്കും. അതാണ് തോക്കിൻ്റെ ഒരു ഷേപ്പൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് അതിനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നിയുകൊണ്ടാണ്. ഇത് പണ്ടത്തെ കാലത്ത് തന്നെ തോക്കിൻ്റെ ഷേപ്പ് അല്ലാതെ തന്നെ ഞാൻ ഈ മീനിൻ്റെ വാല് പോലെയും അങ്ങനെ വേറെ മോഡലൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ ഒരു ഷേപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇതിനോട് കൂടുതൽ താല്പര്യം വന്നതാണ്. നമ്മൾ ഈ ഷേപ്പ് തന്നെ തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാഴ്ചയിൽ ഇതൊരു ബ്രിട്ടീഷ് തോക്ക് പോലെയാണ്. അറിയാത്തവർക്ക് കൃത്യമായ പരിശീലനം നൽകിയാണ് വിതരണം. ഏതായാലും ഷിജോയ്ക്ക് ഇതൊരു നല്ല വരുമാന മാർഗമായി കഴിഞ്ഞു. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. പേപ്പർ ഉപയോഗിച്ച് നിഴൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന മൂവാറ്റുപുഴ സ്വദേശി രാഹുലിനെ പരിചയപ്പെടാം. പേപ്പർ കട്ടിംഗ് പോർട്രേറ്റ് നിർമ്മിച്ചതിലൂടെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെയും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെയും അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് രാഹുലിന്. ലോക്ക്ഡൌൺ കാലത്താണ് രാഹുൽ ലേയേർഡ് പേപ്പർ കട്ടിംഗ് വിദ്യ അഭ്യസിച്ചത്. ഇതിനായി ഇന്റർനെറ്റിന്റെ സഹായം തേടി. തുടർന്ന് ഇഷ്ടതാരമായ മോഹൻലാലിനെ ഈ വിദ്യയിലൂടെ നിർമ്മിച്ചു. മറ്റ് നിരവധി താരങ്ങളുടെ നിഴൽ ചിത്രങ്ങളും ഇതേ രീതിയിൽ രാഹുൽ തീർത്തു. ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞപ്പോഴാണ് വെറുതെ ഇരുന്നപ്പോൾ പഴയ പോലെ തന്നെ വീണ്ടും വരയ്ക്കാൻ തുടങ്ങി. വരച്ച് അപ്പോൾ വെറൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ തിരഞ്ഞെടുത്താണ് ഇങ്ങനെ ഒരു ഡ്രോയിങ്. അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങിയത് തന്നെ മോഹൻലാലിൻ്റെ ഫോട്ടോയിൽ നിന്ന് തന്നെ തുടങ്ങിയത്. മോഹൻലാലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിന് കൊടുക്കാൻ എൻ്റെ ഒരു കസിനാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞു കേട്ടിട്ട് ഇന്ത്യ ബുക്കിനും ഏഷ്യ ബുക്കിനൊക്കെ അയച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാലായതുകൊണ്ട് അതിന് തന്നെ അയച്ചു കൊടുത്തു. അപ്പോൾ അത് കിട്ടുകയും ചെയ്തു. ഭയങ്കര സന്തോഷമായി. 7 പേപ്പറുകൾ അടുക്കി അതിസൂക്ഷ്മതയോടെ മുറിച്ചു മാറ്റി വേണം ഇത്തരം ചിത്രങ്ങൾ നിർമ്മിക്കാൻ. വയറിംഗ്, പ്ലംബിംഗ് ജോലികൾക്ക് പോകുന്ന രാഹുൽ രാത്രിയാണ് കലാസൃഷ്ടികൾക്കായി സമയം കണ്ടെത്തുന്നത്. പേപ്പർ കഷ്ണങ്ങൾ ഉപയോഗിച്ച് കൗതുക അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്ന സഹോദരി രാധികയുടെ സഹായവും രാഹുലിനുണ്ട്. റെക്കോർഡിനർഹമായ മോഹൻലാലിന്റെ ചിത്രം നേരിട്ട് കൈമാറണമെന്നാണ് രാഹുലിന്റെ ആഗ്രഹം. ന്യൂസ് 18 മൂവാറ്റുപുഴ. സിക്സർ പറത്തിയും വിക്കറ്റ് തെറിപ്പിച്ചും കളിക്കളത്തിൽ താരമായ ദിയ എന്ന കൊച്ചുമിടുക്കി ഇനി സായ് മൈതാനിയിൽ കളിക്കും. IPL സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കോച്ച് കൂടിയായ ബിജു ജോർജിന്റെ ഇടപെടലാണ് ദിയക്ക് സായിയിലെ സൗജന്യ പരിശീലനത്തിന് അവസരമൊരുക്കിയത്. സെന്റ് മേരീസ് ബദനി സ്കൂളിലെ 3ാം ക്ലാസ്സുകാരിയായ ദിയയുടെ മിടുക്കാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സായി മൈതാനിയിൽ എത്തിച്ചത്. റൈറ്റ് ഹാൻഡ് ബാറ്റിംഗ്, മീഡിയം ബേസ് ബൌളിംഗ്, കവർ ഡ്രൈവ് എന്നിവയിലാണ് ദിയ തിളങ്ങുന്നത്. ഒട്ടേറെ കളിക്കാരെ വാർത്തെടുത്ത കായംകുളത്തെ ട്രാവൻകൂർ ക്രിക്കറ്റ് അക്കാദമിയിൽ നിന്നാണ് ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. രാവിലെ 6 മുതലുള്ള കഠിന പരിശീലനത്തിൽ മുടങ്ങാതെ എത്തുന്ന കൃത്യത കളിയിലെ മികവിന് കാരണമായി. തൃശൂരിൽ ലൂങ്സ് ക്രിക്കറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് ശ്രദ്ധ നേടിയത്. ഈ അടുത്ത സമയത്ത് താമരക്കുളത്ത് നടന്ന അഖില കേരള പ്രൈസ് മണി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ സമയത്താണ് ദിയയെ മുൻ രഞ്ജി താരവും മുൻ IPL താരവും കേരള അണ്ടർ 19 ഇപ്പോഴത്തെ കോച്ചുമായ P.
ശ്രീ പി പ്രശാന്ത് കാണുകയും ട്രിവാൻഡ്രത്തുള്ള സായി കോച്ചിങ് സെൻറ്റർ, മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലുള്ള സായി കോച്ചിങ് സെൻറ്ററിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അവിടെ ഇനിയുള്ള തുടർ പരിശീലനം ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീം മുൻ ഫീൽഡിംഗ് കോച്ചായ ബിസാറിൻ്റെ കീഴിലായിരിക്കും. IPL സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കോച്ച് കൂടിയായ ബിജു ജോർജിന്റെ ഇടപെടലാണ് ദിയയ്ക്ക് സായിലെ സൗജന്യ പരിശീലനത്തിന് കാരണമായത്. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി സിനിൽ സബാദിന്റെ പിന്തുണയും സഹായകമായി. അച്ഛന്റെ പ്രോത്സാഹനമാണ് ക്രിക്കറ്റിലെ താൽപര്യത്തിന് കാരണമെന്ന് ദിയ പറയുന്നു. ന്യൂസ് 18 കായംകുളം. വീൽചെയറിൽ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന തൃശൂർ കാട്ടൂരിലെ പ്രചോദിന് സഹായവുമായി ജനമൈത്രി പോലീസ്. വരുമാനം നിലച്ച കുടുംബത്തിന് വളർത്താൻ കോഴികളെ എത്തിച്ചു നൽകിയിരിക്കുകയാണ് ഈ പോലീസുകാർ. ലോക്ക്ഡൌണിൽ ജീവിതം വഴിമുട്ടിയ പ്രചോദന് പുതിയ വഴി തുറന്നു നൽകിയിരിക്കുകയാണ് കാട്ടൂർ ജനമൈത്രി പോലീസ്. കാലങ്ങളായി വീൽചെയറിലിരുന്ന് ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന പ്രചോദ് വരുമാനം നിലച്ചതോടെ വലിയ പ്രയാസത്തിലായിരുന്നു. കോഴി വളർത്താൻ എംപ്ലോയ്മെന്റ് വഴി ലോൺ കിട്ടി. കൂട് നിർമ്മിച്ചെങ്കിലും കോഴിയെ പണം കൊടുത്ത് വാങ്ങാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് പോലീസിന്റെ കൈത്താങ്ങ്. വളർത്താനാവശ്യമായ കോഴിക്കുഞ്ഞുങ്ങളെ ഇവർ വാങ്ങി നൽകി. പ്രദേശവാസിയും ഫോട്ടോഗ്രാഫറുമായ രാജേഷ് സഹായം തേടി ജനമൈത്രി പോലീസിനെ സമീപിച്ചതോടെയാണ് സഹായം. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരോട് എൻ്റെ വിവരം പറഞ്ഞത്. അപ്പോൾ സാറുമാർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അന്ന് വന്ന് എൻ്റെ വീടും സാർ എന്നെ പരിചയപ്പെട്ടു. എന്താവശ്യത്തിനും വിളിക്കാമെന്ന് പറഞ്ഞു. പ്രചോദിന്റെ അച്ഛൻ 4 മാസം മുമ്പ് കരൾ രോഗം മൂലം മരിച്ചു. അമ്മയും പ്രചോദും അടങ്ങിയ കുടുംബത്തിന്റെ ഏക വരുമാനം ലോട്ടറി വിൽപ്പനയായിരുന്നു. കോഴിക്കുഞ്ഞുങ്ങളെ നൽകിയതും മാത്രമല്ല, ലോക്ക്ഡൌണിന് ശേഷം ലോട്ടറി വിൽപ്പന നടത്തുന്നതിന് ആവശ്യമായി തുകയും കൈമാറിയാണ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസുകാരായ ബിബിനും മണിയും വീട്ടിൽ നിന്നും മടങ്ങിയത്. ന്യൂസ് 18 തൃശൂർ. കാസർഗോഡ് ഇടയിലക്കാട് കാവിൽ കൗതുക കാഴ്ചയായി ഓരില താമരകൾ പൂത്തിറങ്ങി. ഏറെ ഔഷധ പ്രാധാന്യമുള്ള അപൂർവ ഓരില താമരകളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ഇടയിലക്കാട് കാവ്. കാലമായി ഇതിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തി സംരക്ഷിച്ചു വരുന്നത് ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം പ്രവർത്തകരാണ്. ഇടവപ്പാതി മഴ തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞയുടൻ കിഴങ്ങിൽ നിന്ന് മുളച്ചു പൊങ്ങിയാണ് ഓരിലത്താമരയുടെ ജീവിതചക്രം തുടങ്ങുന്നത്. ആദ്യം നേർത്ത ഒരു തണ്ടിലൂടെ പിങ്ക് കലർന്ന പൂവാണ് വളർന്നുയരുക. ഇത് കൊഴിഞ്ഞു വീണ ശേഷം താമരയിലയുടെ ആകൃതിയിൽ ചെടിയുടെ ഒറ്റയില പ്രത്യക്ഷമാകും. ഈ ഓരിലത്താമരയുടെ 2 സ്പീഷീസുകളാണ് ഇടയിലക്കാട് കാവിലുള്ളത്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഴ പെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ, ഇടവപ്പാതിയുടെ സമയത്ത് തന്നെ ഏതാണ്ട് 2 ആഴ്ച കഴിയുമ്പോൾ മണ്ണിനടിയിൽ നിന്ന് ഇതിൻ്റെ ചെടി മെല്ലെ ഉണർന്ന് പൊട്ടി മുളച്ചു വരും. സാധാരണയായി ആദ്യമായി ഇലകളാണ് വരിക. പക്ഷേ ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഒരു നേർത്ത ഒരു രോമം പോലുള്ള ഒരു ഭാഗം മുകളിലേക്ക് വരികയും നേരിയൊരു കാണ്ഡം മുകളിലേക്ക് വരികയും അതിൽ ഒരു ഇളം പിങ്ക് നിറത്തുള്ള പൂവാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുക. ഏതാണ്ട് 5 മുതൽ 8 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും ആ നേർത്ത കാണ്ഡത്തിന്. സെപ്റ്റംബർ ഒക്ടോബർ വരെ ഭൂമിക്ക് മുകളിലുള്ള ജീവിതം പൂർത്തിയാക്കും. മനുഷ്യ ഇടപെടൽ കുറഞ്ഞ ഇളക്കമുള്ള മണ്ണിലാണ് ഇവ ഉണ്ടാവുക. വൃക്ക, അലർജി സംബന്ധമായ രോഗങ്ങൾക്കുള്ള ഔഷധമായി പാരമ്പര്യ വൈദ്യന്മാർ ഇതിന്റെ കിഴങ്ങ് ഉപയോഗിക്കാറുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്നതിനാൽ നവോദയ ഗ്രന്ഥാലയം പ്രവർത്തകർ ചെടി പ്രത്യക്ഷപ്പെടുന്ന ഭാഗങ്ങൾ മരക്കൊമ്പുകളും മറ്റുമിട്ട് സംരക്ഷിച്ചു വരുന്നു. ന്യൂസ് 18 വലിയ പറമ്പ. ചുമർ ചിത്രങ്ങൾ കൊണ്ട് വീടും മതിലും അലങ്കരിച്ചിരിക്കുകയാണ് നെടുമങ്ങാട് സ്വദേശി അഭിജിത്ത് എം ഷിബു. കോവിഡ് കാലത്ത് ജനങ്ങൾക്കായി കോവിഡ് പ്രതിരോധ സന്ദേശവും ഇക്കൂട്ടത്തിലുണ്ട്. ലോക്ക്ഡൌൺ കാലമാണ് അഭിജിത്ത് ചിത്രരചനയ്ക്കായി തെരഞ്ഞെടുത്തത്. വീട്ടിൽ അടച്ചിരിക്കേണ്ടി വന്നപ്പോൾ തന്റെ കലാവാസനകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഈ വിദ്യാർത്ഥി. ഇതിനായി വീട്ടിലെ ചുമരുകളും മതിലും തെരഞ്ഞെടുത്തു. ചിത്രരചന മാത്രമല്ല, ശില്പനിർമ്മാണത്തിലും അഭിജിത്ത് തന്റെ കഴിവ് കാട്ടിയിട്ടുണ്ട്.
മറ്റുള്ളവർ നൽകുന്ന പ്രോത്സാഹനമാണ് തനിക്ക് ചിത്രങ്ങൾ വരയ്ക്കാനും ശില്പനിർമ്മാണത്തിനും പ്രേരണയായതെന്ന് അഭിജിത്ത് പറയുന്നു. ലോക്ക്ഡൌണിന് വീട്ടിൽ വന്നിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വെച്ചാണ് ഇത് ഫസ്റ്റ് തുടങ്ങുന്നത്. കൊച്ചിലെ വരയ്ക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇതിനുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു. എല്ലായിരുന്നപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെയാണ് വരച്ചു തുടങ്ങുന്നത്. ലോക്ക്ഡൌണിന് അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ കുറേ വരച്ചും ചെയ്തൊക്കെ വെച്ചിങ്ങനെ കണ്ടാണ് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് കഴിഞ്ഞ ആദ്യത്തെ ലോക്ക്ഡൌണിന് തുടങ്ങുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് വരച്ചു തുടങ്ങി പിന്നെ 3D ചെയ്തു തുടങ്ങി. 3D വോള്. അഭിജിത്ത് വരച്ചവയിൽ കോവിഡ് ബോധവൽക്കരണ സന്ദേശവും ഉൾപ്പെടുന്നു. ആരനാട് സ്വദേശി ഷിബു മിനി ദമ്പതികളുടെ മകനാണ് ഈ +1 വിദ്യാർത്ഥി. ന്യൂസ് 18 നെടുമങ്ങാട്. കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി കൂറ്റൻ വരിക്കച്ചക്ക. പവിത്രേശ്വരം പുത്തൂരിലാണ് 68 കിലോ ഭാരമുള്ള ഭീമൻ വരിക്കച്ചക്ക വിളവെടുത്തത്. തൈക്കോട്ടെ വർഗീസിന്റെ പറമ്പിലാണ് കൂറ്റൻ വരിക്കച്ചക്ക കായ്ച്ചത്. 66.5 കിലോ തൂക്കമുള്ള ചക്ക ആദ്യമായാണ് ഉണ്ടാകുന്നത്. പറമ്പിൽ ചക്ക എടുത്താനായിട്ട് ചെന്നപ്പോൾ സാധാരണയിൽ നിന്നും വലുപ്പമായിട്ട് ചക്ക തോന്നി. അങ്ങനെ ആളിനെ വിളിച്ച് ചക്ക കെട്ടി താഴെ ഇറക്കുകയും അതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സാധാരണയിൽ നിന്നും വെയിറ്റ് കൂടുതൽ കണ്ടതുകൊണ്ട് കൃഷി ഓഫീസറെ വിളിച്ചു, സംസാരിച്ചു. അങ്ങനെ പുറലോകത്തെ അറിയിക്കാനുള്ള രീതിയിൽ എല്ലാവരും വിളിച്ചത്. അപൂർവമായി മാത്രമേ ഇത്തരം ചക്ക ഉണ്ടാവുകയുള്ളൂ എന്നും ഗിന്നസ് റെക്കോർഡിലേക്ക് നൽകുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചതായും കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇപ്പം നിലവിലുള്ള വേൾഡ് റെക്കോർഡുകളിൽ 52.2 കിലോയാണ് ഏറ്റവും കൂടുതലുള്ള ചക്കയുടെ വെയിറ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇത്രയും കൂടുതൽ വെയിറ്റ് വന്നിട്ടുള്ളത് വേറൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഗിന്നസ് റെക്കോർഡിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അഞ്ചൽ ഇടമുളയ്ക്കലിൽ 52 കിലോ തൂക്കമുള്ള ചക്ക ലഭിച്ചിരുന്നു. പുത്തൂർ കൈതക്കോട്ടെ CG വർഗീസിന്റെ പുരയിടത്തിൽ വിളഞ്ഞ ഭീമൻ ചക്ക കാണാനും സെൽഫി എടുക്കാനും ഇപ്പോൾ ആളുകളുടെ തിരക്കാണ്. കാരുണ്യ പ്രവർത്തനം ലക്ഷ്യമാക്കി ചക്ക ലേലം ചെയ്യാനൊരുങ്ങുകയാണ് വർഗീസ്. ന്യൂസ് 18 കൊട്ടാരക്കര. ഒഴിവു സമയങ്ങൾ തന്റെ കരകൗശല വൈദഗ്ധ്യം പ്രകടിപ്പിക്കാനുള്ള അവസരമാക്കുകയാണ് കണ്ണൂരിലെ 72കാരൻ. ലോക്ക്ഡൌൺ കാലത്താണ് തന്റെ കരകൗശല മികവ് കണ്ണൂർ സ്വദേശി അശോകൻ വീണ്ടും പൊടി തട്ടിയെടുത്തത്. കപ്പലിന്റെയും ഒക്കെ മനോഹരമായ മാതൃകകൾ രൂപപ്പെടുത്തി. ഇങ്ങനെ വെറുതെ ഇരിക്കുന്നേരം അങ്ങനെ തോന്നിയതാണ്. അങ്ങനെ ഇത് ചെയ്തുകൊണ്ട് നിന്ന് ഈ കൊറോണ വന്നേരം അത് ഒന്ന് രണ്ട് ഫിനിഷ് ചെയ്ത് അങ്ങനെയാണ് റേറ്റ്. അത് പെട്ടെന്നാവില്ല. ഒരു ദിവസം ഒന്നൊട്ടിച്ച് വെച്ചിട്ട് അത് പിറ്റേ സെറ്റായി കഴിഞ്ഞിട്ട് വേണം പിറ്റേന്ന് അതിൻ്റെ ബാക്കി അതിൻ്റെ തന്നെ ഒരു ചുമരാണെങ്കിൽ അത് അതിൻ്റെ ഒരു ഭാഗം ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ച് പിറ്റേന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഒന്നിന് ചില സമയത്ത് 4 ദിവസമെല്ലാം പിടിക്കും. വിവിധ തരം മാതൃകകൾ ഉണ്ടാക്കാൻ അശോകനെ തേടി ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ന്യൂസ് 18 കണ്ണൂർ. മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സേന ഉപയോഗിച്ച രാസായുധം കാണണോ? 19ാം നൂറ്റാണ്ടിലെ നമ്മുടെ നാടിന്റെ ഭൂപടം കാണണോ? ഒരു നൂറ്റാണ്ട് മുൻപത്തെ ശസ്ത്രക്രിയ ചികിത്സാ ഉപകരണങ്ങൾ കാണണോ? ഇതെല്ലാം ഒരിടത്താണ്, മലപ്പുറത്തെ MSP ചരിത്ര മ്യൂസിയത്തിൽ. കഴിഞ്ഞ ദിവസമാണ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. കാണാം ആ കാഴ്ചകൾ. മലബാർ സ്പെഷ്യൽ പോലീസിന്റെ MSPയുടെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് മ്യൂസിയം സജ്ജമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ തലമുറ കണ്ടാൽ അത്ഭുതപ്പെടുന്ന ചരിത്രാന്വേഷകർക്ക് പ്രിയപ്പെട്ട ഒട്ടനേകം സാമഗ്രികളാണ് MSPയുടെ ഭാഗമായ 1 നൂറ്റാണ്ട് പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ 3 മുറികളിലായി ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ 1921 ഈ മലബാർ സ്പെഷ്യൽ പോലീസ് വന്നത് തൊട്ടിട്ടുള്ള അതിൻ്റെ ഒരു ചരിത്രം പറയുന്ന കുറേയധികം രേഖകളാണെങ്കിലും അത് പഴയ ആയുധങ്ങളാണെങ്കിലും അങ്ങനെയുള്ള പല ഇതും നമ്മളുടെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഇതുണ്ട്. അപ്പം അതെല്ലാം തന്നെ ശരിക്കും മുമ്പ് മലബാറിന് മുഴുവനായിട്ട് മദ്രാസ് പ്രസിഡൻസിൻ്റെ കീഴിലുണ്ടായിരുന്ന സമയത്ത് മലബാറിന് മുഴുവനുമായിട്ടായിരുന്നു ഈ ബറ്റാലിയൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി ചരിത്രം പറയാനുള്ളതാണ്. അപ്പം പൊതുജനങ്ങളുമായിട്ട് നമ്മൾ പോലീസിൻ്റെ ഈ പറയുന്ന ചരിത്രം കണക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ മ്യൂസിയം തുടങ്ങിയിരിക്കുന്നത്.
മദ്രാസ് മലബാർ മേഖല 1909 ഇങ്ങനെയായിരുന്നു. മലബാർ, നീലഗിരി തുടങ്ങി നിരവധി പ്രദേശങ്ങളുടെ നിറമുള്ള ഭൂപടങ്ങൾ ഇവിടെ അമൂല്യ ശേഷിപ്പുകളായിട്ടുണ്ട്. സാങ്കേതികവിദ്യ ഇത്രയൊന്നും വികസിക്കാത്ത അക്കാലത്ത് ഇവ ബ്രിട്ടീഷുകാർ എങ്ങനെയാകും തയ്യാറാക്കിയിട്ടുണ്ടാവുക എന്ന് ആരും ചിന്തിച്ചു പോകും. ക്ലോറോസിക്രിൻ എന്ന് വിളിക്കുന്ന രാസായുധമാണിത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇത് പ്രയോഗിച്ചിരുന്നു എന്നാണ് കരുതുന്നത്. ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച തുറക്കാൻ കഴിയാത്ത ടെസ്റ്റ് ട്യൂബിലാണ് ഈ രാസവസ്തു. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ആശുപത്രി ചികിത്സാ ഉപകരണങ്ങൾ, ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ, മലബാർ സ്പെഷ്യൽ പോലീസ് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, ചട്ടിത്തൊപ്പി, കൈവലങ്ങ് തുടങ്ങി 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒട്ടനവധി സാമഗ്രികൾ ഇവിടെയുണ്ട്. ഇതിൽ പലതും ബ്രിട്ടന് പുറമെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നതാണ്. നിലവിൽ നമ്മുടെ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് 921 MSP വന്നതിന് ശേഷം MSPക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള MSP നൈഫ് അടക്കമുള്ള വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. ഇനിയും ഒട്ടേറെ ചരിത്രശേഷിപ്പുകളുണ്ട് MSPയിൽ. അതെല്ലാം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇതെല്ലാം കാണാൻ ഇപ്പോൾ പക്ഷേ ആരും ഇങ്ങോട്ട് ഓടി വരേണ്ടതില്ല. കാരണം കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിച്ചതിന് ശേഷമേ ഇവിടേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. ന്യൂസ് 18 മലപ്പുറം. കരയിലും വെള്ളത്തിലും വ്യത്യസ്തമായ യോഗാഭ്യാസം നടത്തി ശ്രദ്ധേയനായ ഒരു കൊച്ചുമിടുക്കനുണ്ട് തിരുവനന്തപുരത്ത്. 2ാം ക്ലാസ്സുകാരൻ സ്വദേശി ആദിത്യൻ 2 വർഷം കൊണ്ട് കളരിയിലെ മുഴുവൻ അഭ്യാസമുറകളും 30 യോഗാസനങ്ങളും ആദിത്യൻ സ്വായത്തമാക്കിയിട്ടുണ്ട്. എൻ്റെ പേര് ആദിത്യൻ. ഞാൻ ഗവൺമെന്റ് LPS നെടുങ്കാട്ടൂരിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ 2 വർഷമായി കളരി യോഗയും അഭ്യസിക്കുന്നു. ന്യൂഷക്തിക്ക് വേണ്ടി ഞാൻ കുറച്ച് അഭ്യാസങ്ങൾ കാണിക്കാം. ആദ്യം 4.5 വയസ്സിലാണ് ശിവവർമ്മ കളരി യോഗ സെന്ററിൽ ജോയിൻ ചെയ്തത്. ഒരു 6 മാസം കൊണ്ട് തന്നെ ചുവടുകളെല്ലാം വ്യത്യസ്തമാക്കി. 18 ചുവടുകളും വളരെ വേഗത്തിൽ, അതായത് ഒരു ക്ലാസ്സിൽ ഒരു ചുവട് വെച്ച് 18 ക്ലാസ് കൊണ്ട് 18 ചുവടുകൾ വ്യത്യസ്തമാക്കി. വളരെ നല്ല രീതിയിലാണ് ആദിത്യൻ പെർഫോം ചെയ്യുന്നത്. മറ്റ് കുട്ടികളെ അപേക്ഷിച്ച് ആദിത്യൻ്റെ പെർഫോമൻസ് വളരെ വലുതാണ്. ഇനി നമുക്ക് കുറച്ച് യോഗ അഭ്യാസങ്ങൾ കാണാം. ഞാൻ ശിവവർമ്മ കളരിയിൽ വന്നിട്ട് 2 വർഷമാണ് ആയിട്ടുള്ളത്. ഞാൻ വരുന്നതിനൊരു 2-3 മാസം മുന്നേ തന്നെ ശിവവർമ്മ കളരിയിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ യോഗയുടെ ബാലപാഠങ്ങളവൻ പഠിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഏകദേശം 10-30ഓളം യോഗാസനങ്ങൾ നന്നായിട്ട് ചെയ്യും. പേര് പറഞ്ഞു കൊടുക്കുന്ന മാത്രയിൽ തന്നെ നന്നായിട്ട് ചെയ്യാനറിയാം. ഇനി വരുന്ന കാലങ്ങളിൽ ഇനി അങ്ങോട്ട് പോകുന്നതോറും അത്രയും ഫ്ലുവൻ്റായിട്ട് മോനെ അത് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം കുഞ്ഞാണ്. ശ്വാസക്രമങ്ങൾ പാലിച്ച് മാക്സിമം പരമാവധി ചെയ്യുന്നുണ്ട്. എങ്കിലും കുഞ്ഞായതുകൊണ്ട് അതിൻ്റേതായ പരിമിതികളുണ്ട്, പെർഫെക്ഷൻ വരുന്നില്ല. പക്ഷേ ഒരു 2 വർഷത്തിനുള്ളിൽ അത്ലറ്റ്, അതായത് മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത് ചെയ്യുന്ന വിധത്തിൽ പെർഫെക്ഷനോടെ മോന് ചെയ്യാൻ കഴിയും എന്നുള്ളത് 100% ഉറപ്പാണ്. കരയിൽ മാത്രമല്ല വെള്ളത്തിൽ എനിക്ക് യോഗ അഭ്യാസങ്ങൾ നടത്താനറിയാം.
പത്മാസനം. ഇനി കാണാൻ പോകുന്നത് വൃക്ഷാസനം. എല്ലാ മുറകളും അഭ്യസിച്ച് എൻ്റെ ഗുരുക്കളെ പോലെ ആകണം. പിന്നെ പ്രധാനമന്ത്രിയുടെ മുമ്പേ ഇതെല്ലാം എനിക്ക് കാണിക്കണം. ഇതാണ് എൻ്റെ ആഗ്രഹം. ശരൺ ചേട്ടനും അരുൺ ചേട്ടനൊപ്പം ന്യൂസ് 8 വേണ്ടി ആദിത്യൻ. ദിവസം 50 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടിയും വഞ്ചി തുഴഞ്ഞുമെല്ലാം നഗരമാലിന്യം നീക്കാൻ കൊച്ചിയിലേക്ക് എത്തിയിരുന്ന കുമ്പളങ്ങി സ്വദേശി പിയൂസിന്റെ ദുരിതയാത്രയ്ക്ക് അവസാനമാകുന്നു. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് രാജ്യത്തെ പ്രമുഖ സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസിയായ തണ്ടർ ഫോഴ്സ് പിയൂസിന് സമ്മാനമായി നൽകിയത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. പിയൂസ് ചേട്ടനെയും അദ്ദേഹത്തിന്റെ ദുരിതയാത്രയും പ്രേക്ഷകർ മറന്നു കാണില്ല. ഈ വാർത്ത കണ്ട നിരവധി പേരാണ് സഹായ വാഗ്ദാനവുമായി ബന്ധപ്പെട്ടത്. രാജ്യത്തെ പ്രമുഖ സുരക്ഷാ ഏജൻസിയായ തണ്ടർ ഫോഴ്സ് വാഗ്ദാനം ചെയ്തത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. പെട്രോൾ അടിച്ച് കഷ്ടപ്പെടേണ്ട എന്ന് കരുതി തന്നെയാണ് സ്കൂട്ടർ ഇലക്ട്രിക് ആക്കിയത്. എൻ്റെ ഒരു സുഹൃത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് സഹായിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് തണ്ടർ ഫോഴ്സ് ഈ ഒരു തീരുമാനം. തണ്ടർ ഫോഴ്സിന്റെ കൊച്ചി ഓഫീസിലേക്ക് കാര്യങ്ങളൊന്നും പറയാതെയാണ് പിയൂസിനെ വിളിപ്പിച്ചത്. തുടർന്ന് തണ്ടർ ഫോഴ്സിന്റെ CEO കൂടിയായ സംവിധായകൻ മേജർ രവി നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. സ്വന്തമായൊരു സൈക്കിൾ മാത്രം സ്വപ്നം കണ്ടിരുന്ന പിയൂസ് സന്തോഷം കൊണ്ട് വിതുമ്പിപ്പോയി. പിയൂസിൻ്റെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയി. അത് കഴിഞ്ഞ് കൂട്ടുകാരുടെ സൈക്കിൾ എടുത്ത് അതും പൊട്ടിപ്പൊളിഞ്ഞ് പോയി. പിന്നെ ഒന്നുമില്ല ഇപ്പോൾ കഴിഞ്ഞു അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു ഇലക്ട്രിക്കൽ വണ്ടി വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ അപ്പം പിയൂസിന് ഞങ്ങളൊരു ഇലക്ട്രിക്കൽ വണ്ടി വാങ്ങിച്ചു തരുന്നുണ്ട്. ഇനി വണ്ടി ചവിട്ടേണ്ട ആവശ്യമില്ല. ഓഫീസിന്റെ താഴേക്കെത്തുമ്പോൾ തണ്ടർ ഫോഴ്സിന്റെ മേധാവി അനിലിന്റെ ബന്ധുവും ടെലിവിഷൻ താരവുമായ സിദ്ധാർത്ഥ് സ്കൂട്ടറുമായി എത്തിയിരുന്നു. താക്കോലേറ്റു വാങ്ങിയ പിയൂസിന് സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിനുമപ്പുറം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ. വേറെ ഒന്നുകൊണ്ടല്ല, എനിക്ക് ഇന്നുവരെ ഒരു സഹായം ഒരു ആളിൽ നിന്ന് കിട്ടിയിട്ടില്ല. എനിക്ക് 47 വയസ്സായി. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ആളാണ് മേജർ രവി സാറ്. ആ മേജർ രവി സാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹം എനിക്കാണ്. ലോക്ക്ഡൌൺ സമയത്ത് സഹായമായി സുഹൃത്ത് നൽകിയ സൈക്കിൾ തിരിച്ചു നൽകിയിരുന്നു. ഇപ്പോഴുള്ള യാത്ര ലോറിയിലും ബസ്സുകളിലുമൊക്കെ മാറി മാറി കയറിയാണ്. ഇനി സ്വന്തം വണ്ടിയിൽ നഗരത്തിൽ വന്നുപോകും പിയൂസ് ചേട്ടൻ. ക്യാമറമാൻ ശ്യാംദാസിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. നാടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്തയാഴ്ച. നമസ്കാരം.